വെൽക്കം ബാക്ക് സിനിമ വാർത്താ മലയാളം. ഇന്നത്തെ ചില സിനിമ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ നിന്നും 90 കോടി നേടുന്ന മൂന്നാമത്തെ ചിത്രമായി മാറിയിരിക്കുകയാണ് വാഴ 2. തുടരും, ലോക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഈ നേട്ടം കൈവരിച്ച മൂന്നാമത്തെ ചിത്രമാണ് വാഴ 2. വേൾഡ് വൈഡ് ചിത്രം 170 കോടി എന്ന നേട്ടം കൈവരിച്ചിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ നിന്ന് മാത്രം 90 കോടി ചിത്രത്തിന് ലഭിക്കുന്നത്. 12 ദിവസം കൊണ്ടാണ് ചിത്രത്തിന് ഇത്രയും വലിയൊരു നേട്ടം കൈവരിക്കാനായി സാധിച്ചത്. ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ ഇന്ന് പ്രഖ്യാപിച്ചു. അതിമനോഹരം എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ. വിഷു സ്പെഷ്യലായിട്ടാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ഇന്ന് ഇറങ്ങിയത്. തുടരും എന്ന ചിത്രത്തിന്റെ മികച്ച വിജയത്തിനു ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രമാണ് ഇത്. ഏറെ നാൾക്ക് ശേഷം ലാലേട്ടൻ പോലീസ് വേഷത്തിൽ എത്തുന്ന ചിത്രം ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ജോജു ജോർജിനെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന വരവ് എന്ന ചിത്രത്തിന്റെ ടീസർ ഇന്ന് പുറത്തിറങ്ങി. ആക്ഷൻ ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രം ഈ വർഷമാണ് റിലീസ്. ഷെയ്ൻ നിഗം നായകനായി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ദൃഢം ചിത്രത്തിന്റെ പുതിയൊരു പോസ്റ്റർ പുറത്തിറങ്ങുകയുണ്ടായി. അടുത്ത മാസമാണ് ചിത്രത്തിന്റെ റിലീസ് പ്രതീക്ഷിക്കുന്നത്. വിഷു സ്പെഷ്യലായിട്ടാണ് ചിത്രത്തിന്റെ പോസ്റ്റർ ഇന്ന് ഇറങ്ങിയത്. ആന്റണി വർഗീസ് പെപ്പെ നായകനാകുന്ന കാട്ടാളൻ ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് പുറത്തിറങ്ങി. ആക്ഷൻ അഡ്വഞ്ചറായി ഒരുങ്ങുന്ന ചിത്രം മെയ് 14 റിലീസ്. ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച ആപ് കൈസേ ഹോ എന്ന ചിത്രം ഇപ്പോൾ സൈന പ്ലേയിലൂടെ കാണാവുന്നതാണ്. സിദ്ദിഖ്, ജോണി ആന്റണി എന്നിവർ അഭിനയിച്ച മധുരം ഈ ജീവിതം എന്ന ചിത്രത്തിന്റെ പുതിയൊരു പോസ്റ്റർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഉടനെ തന്നെ ചിത്രത്തിന്റെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഷറഫുദ്ദീൻ പ്രധാന വേഷത്തിലെത്തുന്ന മധുവിധു എന്ന ചിത്രത്തിന്റെ പുതിയൊരു പോസ്റ്റർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ 23 ചിത്രം റിലീസ് ചെയ്യുന്നത്.